KSRTC ബസ്സിലെ ഡ്രൈവറായിരുന്നു, എംപാനൽ ഡ്രൈവറായിരുന്നു. അവിടെ ശമ്പള കുടിശ്ശികയും പ്രശ്നങ്ങളുമായിട്ടാണ് അത് നിർത്തിയിട്ട് പ്രൈവറ്റ് ബസ് ഓടിക്കാൻ വന്നത്. ഇപ്പോൾ ഇവിടെ നിവർത്തിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. കാരണം ഇപ്പോൾ പ്രൈവറ്റ് ഓടിച്ച് ജീവിക്കാൻ പറ്റില്ല, മറ്റൊരു തൊഴിൽ അറിയത്തില്ല. അടിയന്തരമായിട്ട് തന്നെ ഇതിനകത്ത് ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനടക്കം ഒരു വലിയ സമൂഹം പട്ടിണിയിലേക്കും ആത്മഹത്യയിലേക്കും വരെ പോകേണ്ട അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. കനിയണം എന്നാണ് പറയുന്നത്, ഞങ്ങളെയും കൂടെ പരിഗണിക്കണം, എന്തെങ്കിലും ഒരു പ്രതിവിധി ഇതിന് കണ്ടെത്തി തരണമെന്നുള്ളതാണ്. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇന്ന് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുകയാണ്. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലാണ് ഇത്തരത്തിലൊരു പണിമുടക്ക് നടക്കുന്നത്. ഈ പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചതിന് ശേഷം ഈ മേഖലയ്ക്കുണ്ടായിട്ടുള്ള വലിയ നഷ്ടത്തെക്കുറിച്ച് സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഈ മേഖലയെ പിടിച്ചു നിർത്തുന്നതിനാവശ്യമായ ഒരു ഇടപെടലും ഉണ്ടായില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പണിമുടക്കിലേക്ക് പോയിരിക്കുന്നത്. ഞങ്ങളിപ്പോഴുള്ളത് കോട്ടയം നാഗമ്പടം സ്റ്റാൻഡിലാണ്. ഇവിടെ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, നിരവധി ബസ്സുകൾ ഇവിടെ സർവീസ് നടത്താതെ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്താണെങ്കിലും ഈ ബസ്സിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികളും വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. മുൻപ് ലഭിച്ചുകൊണ്ടിരുന്ന വേതനം ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഞാൻ നേരത്തെ KSRTC ബസ്സിലെ ഡ്രൈവറായിരുന്നു, എംപാനൽ ഡ്രൈവറായിരുന്നു. അത് നിർത്തിയിട്ട് അവിടെ ശമ്പള കുടിശ്ശികയും പ്രശ്നങ്ങളുമായിട്ടാണ് അത് നിർത്തിയിട്ട് പ്രൈവറ്റ് ബസ് ഓടിക്കാൻ വന്നത്. ഇപ്പോൾ ഇവിടെ നിവർത്തിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഓടുന്ന കമ്പനിക്ക് 8 വണ്ടിയുണ്ട്. അതിൽ 1-2 വണ്ടികൾ കയറ്റിയിടേണ്ട വരും എന്നൊരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ കമ്പനിയിൽ. കാരണം വെച്ചാൽ ആ 2 വണ്ടിയുടെയും കൂടെ ചിലവ് മറ്റ് വണ്ടികളിൽ നിന്ന് കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഓടുന്ന റൂട്ടിലാണെങ്കിൽ തന്നെയും 2-3 സ്റ്റോപ്പുകൾ ഉള്ള ആളുകൾ മറ്റ് KSRTC കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് മാറിയിരുന്ന് യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകുന്നവർ, ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു അച്ഛൻ, 2 കുട്ടികൾ, ഭാര്യ, അവരെവിടെയെങ്കിലും ഒരു യാത്ര, ക്ഷേത്ര ദർശനത്തിനോ എന്തിനെങ്കിലും പോവുകയാണെങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്നത് KSRTC ആണ്. കാരണം 3 ടിക്കറ്റ് അവർക്ക് ഫ്രീ കിട്ടുമ്പോൾ ഈ ഒരു ടിക്കറ്റിൻ്റെ എക്സ്പെൻസാണ് അവർക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ ടിക്കറ്റ് മാത്രമല്ല ഈ പ്രൈവറ്റ് ബസ്സിൽ നിന്ന് ഇപ്പോൾ മാറിപ്പോയിട്ടുള്ളത്, ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുന്ന ആളുകളുടെ ടിക്കറ്റുകളും മാറുന്നുണ്ട്. അതായത് മെയിൽ ടിക്കറ്റും ഞങ്ങൾക്ക് പ്രൈവറ്റ് ബസ്സുകാർക്ക് ഇപ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയൊക്കെ. മുൻപ് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം കിട്ടുന്നില്ല. കാരണം ബാറ്റ വ്യവസ്ഥയിലാണ് ഓടുന്നത്. ഒരു നിശ്ചിത ശമ്പളവും പിന്നെ കളക്ഷൻ ബാറ്റയായിട്ട് ഓടുന്നത്. പക്ഷേ കളക്ഷൻ അതനുസരിച്ച് കയറി വരാത്തത് കൊണ്ട്, കളക്ഷൻ ഇല്ലാത്തത് കൊണ്ട് കളക്ഷൻ ബാറ്റ ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്. ഒരു 100-300 രൂപ അടുത്ത് നമുക്ക് ബാറ്റയിൽ കുറവ് വരുന്നുണ്ട്. KSRTCയിൽ ശമ്പള കുടിശ്ശികയും പ്രശ്നങ്ങളുമായിട്ട് ഞാൻ രാജിവെച്ച കഴിഞ്ഞ വർഷമാണ് ആ സംഭവം ഉണ്ടായത്. ഞാൻ കോട്ടയം കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ പൈസ ഇപ്പോഴും കിട്ടാനുണ്ട് എനിക്ക്. അതിൻ്റെ കോഷൻ ഡെപ്പോസിറ്റ് അടച്ച 10,000 രൂപ അടക്കം എനിക്കിപ്പോഴും കിട്ടാനുണ്ട്. അതിന് നമ്മൾ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. കാരണം ഇപ്പോൾ പ്രൈവറ്റ് ഓടിച്ച് ജീവിക്കാൻ പറ്റില്ല, മറ്റൊരു തൊഴിൽ അറിയത്തില്ല. വണ്ടി ഓടിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ജോലി അറിയില്ലല്ലോ. ഇനി അത് പഠിച്ച് വേറൊരു ജോലി പഠിച്ച് നമുക്ക് ജോലിക്ക് പോകാനുള്ള സാവകാശമില്ല. കാരണം കുട്ടികൾ വലുതായി. എൻ്റെ മോള് +2 കഴിഞ്ഞ് നിൽക്കുകയാണ്, നഴ്സിങ്ങിന് പോകണം, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ കടം മേടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തിരിച്ച് വീട്ടാൻ വേറൊരു മാർഗ്ഗമില്ല മുമ്പിൽ നോക്കിയിട്ട്. എത്ര വർഷമായി ബസ് ഡ്രൈവറാണ്? ഞാൻ 2007 മുതൽ ബസ് ഡ്രൈവറാണ്, പ്രൈവറ്റ് ബസ്സിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് KSRTCയിൽ എംപാനലായിട്ട് കഴിഞ്ഞതിന് മുമ്പിലത്തെ ശബരിമല സീസണിൽ ഞങ്ങൾ 500 പേരെ സെലക്ട് ചെയ്തു. അതിനകത്ത് ഞാനും ഉണ്ടായിരുന്നു. കോട്ടയം ഡിപ്പോയിലായിരുന്നു. കോട്ടയം കോഴിക്കോട്, കോട്ടയം കൊട്ടാരക്കര, ഇതായിരുന്നു എൻ്റെ ഷെഡ്യൂൾ. അത് ശമ്പളം 3-4 മാസത്തെ കുടിശ്ശിക വന്നു. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ ജോലി രാജിവെക്കുകയാണ് ഉണ്ടായത്. സർക്കാർ അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാവും അല്ലേ? സർക്കാർ അടിയന്തരമായിട്ട് തന്നെ ഇതിനകത്ത് ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനടക്കം ഒരു വലിയ സമൂഹം പിന്നെ പട്ടിണിയിലേക്കും ആത്മഹത്യയിലേക്കും വരെ പോകേണ്ട അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ ദൈനംദിന ചിലവുകൾക്ക് ഒരു കുറവും വരുന്നില്ല. ഓരോ ദിവസവും അരിയുടെ ആണെങ്കിലും പച്ചക്കറിയുടെ ആണെങ്കിലും വില കൂടുകയാണ്. ഞങ്ങളുടെ ഡ്യൂട്ടി നിങ്ങളെടുത്ത് നോക്കും. അതായത് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നൊരു വിഭാഗമാണ് ബസ് തൊഴിലാളികൾ എന്ന് പറയുന്നത്. മറ്റുള്ള ജോലിക്കാർ 10 മണി തൊട്ട് 5 മണി വരെ കൂലിപ്പണിക്കാർ ജോലി ചെയ്യുമ്പോൾ 10,000-1,500 രൂപ അവർക്ക് കിട്ടുമ്പോൾ 1000 രൂപയ്ക്ക് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 9 മണി വരെ വണ്ടി ഓടുകയും വണ്ടിയെ ടിക്കറ്റ് കൊടുക്കുകയും വണ്ടി കഴുകുകയും വണ്ടിയെ ഓട്ടോ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ജോലി സമയം പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അത്രയും സേവനം ചെയ്യുന്നൊരു വിഭാഗമാണ് ഞങ്ങളെ കണ്ടില്ല എന്ന് വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, ഇതൊരു ചെറിയ കമ്മ്യൂണിറ്റിയെ മാത്രം ബാധിക്കുന്നു ഈ പ്രശ്നം. ഇത് പൊതുജനം നോക്കുമ്പോൾ അവർ നോക്കുമ്പോൾ എന്താണ്, ഞാൻ കുറ്റം പറയുമല്ല, പക്ഷേ അവർ നോക്കുമ്പോൾ സമൂഹത്തിനൊരു വലിയ നല്ല കാര്യമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ശരിയാണ്, അത് വളരെയേറെ ശരിയുള്ള 100% ശരിയാണ്. പക്ഷേ ഈ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് ഇത് പൊതുജന വിഷയമായി മാറുന്നില്ല, അല്ലെങ്കിൽ അതൊരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് വരാത്തത് കൊണ്ടാണ് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടാത്തത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ പണിമുടക്ക് നിങ്ങൾ ഉടമകളും തൊഴിലാളികളും എല്ലാവരോടും ചേർന്നുണ്ടോ? സംയുക്തമായിട്ടാണ്. ഉടമകളും തൊഴിലാളികളും ഇതിനോടനുബന്ധിച്ച് നിൽക്കുന്നവരും. നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ കടകളിലൊക്കെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വരുന്ന യാത്രക്കാരാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ യാത്രക്കാർ വളരെ കുറവാണ് വരുന്നത്. ബേക്കർ ജംഗ്ഷനിൽ ഇറങ്ങിയാൽ അവർക്ക് എവിടെയും പോകുന്ന KSRTC ബസ് അവൈലബിൾ ആണ്. അവരവിടെ ഇറങ്ങി യാത്ര പോവുക, സ്റ്റാൻഡിലേക്ക് വരുന്നില്ല ആളുകൾ.
ഇതാണ് ഇതിനകത്ത് നിജസ്ഥിതി. ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം KSRTC ഇറങ്ങി കൃത്യമായിട്ട് ശമ്പളവും വാങ്ങിച്ചു കുടുംബം ഏകദേശം കടങ്ങളും ഒക്കെ വീട്ടിൽ ഒതുക്കി വന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ വീണ്ടും ഇതേ അവസ്ഥ തന്നെ. അതെ, ഒരു വേറെ മാർഗ്ഗമില്ലാത്തൊരവസ്ഥയിലാണ്. കനിയണം എന്നാണ് പറയാം. ഞങ്ങളെയും കൂടെ പരിഗണിക്കണം, എന്തെങ്കിലും ഒരു പ്രതിവിധി ഇതിന് കണ്ടെത്തി തരണമെന്നുള്ളതാണ് പറയാൻ. മുൻപൊരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഈ മേഖല നിലവിൽ നേരിടുന്നത് എന്നുള്ളതാണ് ബസ് ഉടമകളും തൊഴിലാളികളും പറയുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു മേഖലയെ പിടിച്ചു നിർത്തുന്നതിനാവശ്യമായ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. കോട്ടയത്ത് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അനിൽ മാമ്പതിക്കൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.